കൊല്ലത്ത് മത്സ്യബന്ധനത്തിനിടെ അപകടത്തിൽപ്പെട്ട ഒരു കുടുംബത്തിലെ 3 പേരിൽ 2 പേരുടെ മൃതശരീരങ്ങൾ സംസ്കരിച്ചു. ഒരാളെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. ഈ കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി നൽകണമെന്ന് മത്സ്യഫെഡും ധീവരസഭയും ആവശ്യപ്പെട്ടു. ശക്തമായ കാറ്റിലും മഴയത്തും കഴിഞ്ഞ ദിവസം ബോട്ട് മുങ്ങി മരിച്ച കൊല്ലം പുത്തൻതുറ സ്വദേശികളായ രാജീവൻ, മരുമകൻ രാധാകൃഷ്ണൻ എന്നിവരുടെ മൃതശരീരങ്ങളാണ് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചത്. കടലിൽ കാണാതായ ഇതേ കുടുംബത്തിലെ ഗൗതമിനെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഒരേ കുടുംബത്തിലെ അത്താണികളെയാണ് കടലെടുത്തത്. നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തിയ ഇവരുടെ വിയോഗം മത്സ്യമേഖലയ്ക്കാകെ ആശങ്ക വിതച്ചു. ഈ കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി നൽകണമെന്ന് മത്സ്യഫെഡും ധീവരസഭയും ആവശ്യപ്പെട്ടു. ഓരോ അപകടം ഉണ്ടാകുമ്പോഴും അതിനെ തടയാൻ ആവശ്യമായ തരത്തിലേക്കുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും, ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വലിയ അനാസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ കുടുംബത്തെ സംരക്ഷിക്കുവാൻ ആവശ്യമായ എല്ലാ നടപടികളും കേരള സർക്കാർ സ്വീകരിക്കണമെന്നാണ് മത്സ്യഫെഡ് ചെയർമാൻ എന്ന തരത്തിലേക്ക് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇനി ആകെ ഒരു ആൺകുട്ടി മാത്രമാണ് ഈ കുടുംബത്തിലുള്ളത്. ആ കുട്ടിക്ക് ഒരു സർക്കാർ ജോലി അടിയന്തരമായി, പ്രദേശത്തെ MLA മന്ത്രി കൂടിയാണ്, സ്വാഭാവികമായും കേരള ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും ആ കുടുംബത്തിലെ ആ പയ്യന് ഒരു സർക്കാർ ജോലി വാങ്ങി ആ കുടുംബത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ ബാധ്യത പൊതുസമൂഹത്തിനുണ്ട്, കേരള ഗവൺമെൻറ്റുണ്ട്. കഴിഞ്ഞ 4 ദിവസത്തിൽ മത്സ്യബന്ധനത്തിനിടെ കൊല്ലത്ത് മാത്രം വള്ളം മുങ്ങി 3 പേരുടെ ജീവൻ നഷ്ടമായി, 2 പേരെ കാണാതായി. കാലാവസ്ഥാ മുന്നറിയിപ്പ് തീരത്ത് കർശനമായി പാലിക്കുന്നുണ്ടോ എന്ന് ഫിഷറീസ് പോലീസ് സംവിധാനങ്ങൾ പരിശോധിക്കുന്നില്ലെന്ന ആക്ഷേപമുയരുന്നു. സർക്കാർ സംവിധാനങ്ങൾ ഫലപ്രദമായി ഇടപെട്ടില്ലെങ്കിൽ ഇനിയും മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടേക്കാം. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.